ദൈവം ദാവീദിനെ ഹെബ്രോനിൽ അയക്കുന്നു എന്ന് നമുക്കറിയാം. ആ സ്ഥലത്ത് നിന്നാണ് പ്രത്യേകത. നമ്മൾ മനസ്സിലാക്കുക, ദാവീദിൻ്റെ പൂർവ്വപിതാക്കന്മാർ ആരാധിച്ച ഇടമാണ്. അബ്രഹാമിൻ്റെ ആരാധന ഇടമായിരുന്നു. പ്രാർത്ഥനകൾ കൊണ്ട് ദൈവത്തോട് സർവ്വദാ ബന്ധപ്പെട്ടിരുന്ന ഇടം, യാഗം കഴിച്ച് ദൈവവുമായി ഉടമ്പടി ഉണ്ടാക്കിയ ഒരിടം, ഒരു ബ്ലസ്സഡ് പ്ലേസ് ആയിരുന്നു. നമ്മുടെയൊക്കെ വീടുകൾ, നമ്മൾ ഓരോരുത്തരും താമസിക്കുന്ന ഇടങ്ങൾ നമ്മുടെ പൂർവ്വപിതാക്കന്മാരിലൂടെ ലഭ്യമായിത്തീർന്ന പ്രാർത്ഥന ഇടങ്ങളായിരിക്കണം. നമ്മളൊക്കെ താമസിക്കുന്ന ഇടങ്ങളെ, നമ്മൾ ഇരിക്കുന്ന ഇടങ്ങളെയും വിശുദ്ധീകരിച്ച് ആരാധനയുടെ ഇടമാക്കി മാറ്റണം. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ മുട്ടുമടക്കി പ്രാർത്ഥിച്ച ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ദൈവം അയക്കപ്പെടുമ്പോൾ അത്തരത്തിലുള്ള സ്ഥലങ്ങളിലേക്കാണ് അയക്കപ്പെടുന്നതെങ്കിൽ ഒരു മടിയും കൂടാതെ പോകുവാനും ആരാധനയിൽ മുഴുകിയിരിക്കാൻ നമുക്ക് സാധിക്കണം. പ്രിയമുള്ളവരെ, നിങ്ങളെവിടെ ആയിരുന്നാലും നിങ്ങളുടെ പിൻതലമുറകൾക്ക് വേണ്ടി ഒരു ആരാധന ബന്ധമുണ്ടാക്കുവാനും പിൻതലമുറകൾ പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും കൂടി വരുമ്പോൾ ദൈവവുമായുള്ള ഒരു മുൻ കണക്ഷൻ്റെ ഒരു കണക്റ്റഡ് ഏരിയയായി നിങ്ങളുടെ ഓരോരുത്തരും താമസിക്കുന്ന ഇടത്തെ മാറ്റണം. അതുകൊണ്ടാണ് സഭകൾ പലപ്പോഴും ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും വേണ്ടി വേർതിരിച്ച് അതൊരു ബ്ലെസ്സിങ്ങിൻ്റെ ഇടമായി മാറുന്നത്. പല കുടുംബങ്ങളും അങ്ങനെ ബ്ലെസ്സിങ്ങിൻ്റെ ഇടമായി മാറുന്നത്. പല വ്യക്തികൾ താമസിച്ച ഇടങ്ങളും ബ്ലെസ്സിങ്ങിൻ്റെ ഇടമായി മാറുന്നത്. നമ്മുടെയൊക്കെ ജീവിതം, നമ്മുടെയൊക്കെ ശുശ്രൂഷകൾ, നമ്മുടെയൊക്കെ ഇടപെടലുകൾ ഇത്തരത്തിലാക്കി തീർത്തുകൊണ്ട് വന്നാൽ അതൊരു അനുഗ്രഹമായിരിക്കും. അത് സ്വസ്ഥതയുടെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നന്മയുടെയും ദൈവസ്നേഹത്തിൻ്റെയും ഒരു ചാലകങ്ങളായി പ്രവർത്തിക്കാനായിട്ട് നമുക്കിടയാകും.